ബംഗ്ലാദേശ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അത് ഇസ്കോൺ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലുടനീളം സംഘർഷവും കനക്കുന്നു. എന്താണ് ഇസ്കോൺ, ആരാണ് ചിന്മയ് കൃഷ്ണദാസ് തുടങ്ങിയ സ്വാഭാവികമായ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരും. നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഇസ്കോൺ നേതാവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യാപക പ്രതിഷേധം ബംഗ്ലാദേശിലുടനീളം അരങ്ങേറുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തൊക്കെ നടക്കുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ? ബംഗ്ലാദേശിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിലും ചില ഉലച്ചിലുകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും വലിയ പ്രചാരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആരാണ് ചിന്മയ് കൃഷ്ണദാസ് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത്. ചിറ്റഗോങ്ങിലെ, അതായത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ വൈഷ്ണവ ദേവാലയമായ പുണ്ടരിക് ധാമിൻ്റെ തലവനാണ് ഈ കൃഷ്ണദാസ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ സൊമിലിറ്റോ സനാതൻ ജാഗരൺ ജോട്ട് എന്ന സംഘടനയുടെ വക്താവ് കൂടിയാണ് ഇദ്ദേഹം. ഈ സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ്. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ നടന്ന വലിയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ അനന്തരമായി ബംഗ്ലാദേശിലെ പല ന്യൂനപക്ഷ സമുദായങ്ങളെയും വേട്ടയാടുന്നു എന്നൊരു വലിയ പ്രചാരണം നയിക്കുന്നുണ്ട്. ആ പ്രചാരണം നയിക്കുന്നതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് കൃഷ്ണദാസ്. അതേപോലെ തന്നെ അത്തരം സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു കൃഷ്ണദാസ് ചെയ്തിരുന്നത്. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗ്ലാദേശിലെ ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ് കൃഷ്ണദാസ് എന്നുള്ളതാണ്. ഇസ്കോൺ എന്നുള്ളത് നമുക്കറിയാം, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഒരു ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ ബംഗ്ലാദേശിൽ നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്നത്. 1966 ഇസ്കോൺ ന്യൂയോർക്ക് സിറ്റിയിൽ രൂപപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ അതിന് അണികളുണ്ട്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ മായാപുരിയിലാണ്. അപ്പോൾ 50-ലധികം രാജ്യങ്ങളിൽ സജീവമായി തന്നെ സാന്നിധ്യമുള്ള ഇസ്കോണിന് ലോകത്താകെ 10 ലക്ഷം അംഗങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ബംഗ്ലാദേശിലെ നേതാവാണ് ചിന്മയ് കൃഷ്ണദാസ്. ഈ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ബംഗ്ലാദേശ് ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും ദേശീയ പതാകയെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ നവംബർ 27-ന് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഉണ്ടായതിനു ശേഷമാണ്, ഈ അറസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് വലിയ കലാപത്തിലേക്ക് ആ പ്രദേശങ്ങളെല്ലാം പോകുന്നത്. ബംഗ്ലാദേശിൽ ഇസ്കോൺ അനുയായികളുടെ വലിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായി. വിവിധ നഗരങ്ങളിൽ, ചിറ്റഗോങ് മാത്രമല്ല ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വലിയ കലാപം, കൃഷ്ണദാസിനെ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് കലാപകലുഷിതമായി മാറുന്നത്. അപ്പോൾ ഈ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയാണ് ബംഗ്ലാദേശിന് വലിയ പ്രശ്നങ്ങളായത്. അതായത് ചിന്മയ് കൃഷ്ണദാസിനെ വിട്ടയക്കണം എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കടക്കം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, ഒരാശങ്കയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിക്കുന്നത്. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചാരണം ഈ വിഷയത്തിനുണ്ടാവുകയും ചെയ്തു. അതിന് ബംഗ്ലാദേശിൻ്റെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, അത് തങ്ങളുടെ കടമയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നത് ഒരു സൗഹൃദ രാജ്യം, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും, ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആയിരുന്നില്ല, വളരെ വലിയ സൗഹൃദ രാജ്യമായിരുന്നു. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ വരെ പങ്കുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകുകയാണ്. അവിടെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ സംഘമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സൗഹൃദ രാജ്യത്തോട് പെരുമാറേണ്ട രൂപത്തിലല്ല ഇപ്പോൾ ഇന്ത്യ പെരുമാറുന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തന്നെ പ്രത്യേകമായി ഞങ്ങൾ കാര്യമായി ചെയ്യുന്നു എന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട വ്യക്തി, അതായത് ചിന്മയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വലിയ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി, അത് സൈഫുൽ ഇസ്ലാം എന്ന അഭിഭാഷകനാണ്. അദ്ദേഹം ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള അംഗപരിമിതനായ ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സൈഫുൽ ഇസ്ലാം ആണ് ചിറ്റഗോങ്ങിലെ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ പ്രക്ഷോഭത്തിനിടയിൽ കൊല്ലപ്പെട്ട ഏക വ്യക്തി എന്ന് പറയുന്നത്. ഇസ്കോണിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഈ കൊലപാതകത്തിന് ശേഷം ബംഗ്ലാദേശിലെ ഒരു ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. കാരണം ഇതേപോലെയുള്ള കൊലപാതകങ്ങളാണ് ഇസ്കോൺ നടത്തുന്നത് എന്നാണ് ഈ ഹർജി ആരോപിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഹർജിയിൽ സർക്കാർ, അതായത് ബംഗ്ലാദേശ് സർക്കാർ
ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇസ്കോൺ ഒരു മതമൗലികവാദ സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പോഴും ചിന്മയ് കൃഷ്ണദാസ് ജയിലിൽ തന്നെയാണ്. അദ്ദേഹത്തെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏത് തലത്തിലേക്കാണ് ഇനി നീങ്ങുക? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നമായി ഇത് മാറുമോ? ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുന്ന ബംഗ്ലാദേശ് ഒരു ഭാഗത്ത്, ചിന്മയ് കൃഷ്ണദാസിനെ വിട്ടയക്കണം എന്ന് പറയുന്ന ഇന്ത്യ മറുഭാഗത്ത്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. തീർച്ചയായും സുഹൈൽ, എന്തായാലും ഇസ്കോൺ നേതാവിനെ വിട്ട് നൽകുമോ, ബംഗ്ലാദേശ് വിട്ട് പുറത്തേക്ക് ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് വിടുമോ എന്നുള്ള കാര്യങ്ങൾ, അത് ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കുമോ? ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ സുരക്ഷിതയായി തുടരുന്നുണ്ട്. ഷെയ്ഖ് ഹസീന വിട്ടുകിട്ടണമെന്നുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യമുണ്ട്. ഇതിനിടയിലാണ് ഇസ്കോൺ ലീഡറുടെ അറസ്റ്റ് കൂടെ അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകും, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നിർണായകമാകുക. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.